കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരും. ഹല്ലേലൂയ. അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. കുറേനക്കാരനായ ശീമോൻ അവൻ പകൽ മുഴുവൻ അധ്വാനിച്ചു. അവൻ കഷ്ടപ്പെട്ടു കയറി വരികയാണ്. കയറി വരുമ്പോഴാണ് അവൻ വലിയ കോലാഹലം, വലിയ ബഹളം, ഒച്ചപ്പാടുകൾ, കരച്ചിലുകളൊക്കെ കേൾക്കുന്നത്. ശീമോൻ അറിയത്തില്ല ആരാണ്, എന്താണ് ഇവിടെ പ്രശ്നം ഒന്നും അറിയത്തില്ല. അപ്പോൾ ഒരു വ്യക്തി ക്രൂശും ചുമന്നുകൊണ്ട് വരികയാണ്. ആമേൻ. ശീമോനെ നിർബന്ധിച്ചു പടയാളികൾ. എങ്ങനെയാണ് വചനം പറയുക? ശീമോനെ നിർബന്ധിച്ചു. ശീമോൻ അറിയത്തില്ല യേശു ആരാണ്, ശീമോൻ അറിയത്തില്ല കർത്താവ് സർവ്വത്തിൻ്റെയും ഉടയവനാണ് എന്നൊന്നും അറിയത്തില്ല. ആമേൻ. എങ്കിലും അവൻ ആ ക്രൂശ് ചുമക്കുവാൻ അവൻ തയ്യാറായി. ശീമോന് യേശു ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശീമോനൊന്നും പണിക്ക് പോകത്തില്ലായിരുന്നു. യേശു എങ്ങനെ ഉള്ളവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശീമോൻ ജോലിക്ക് പോകത്തില്ലായിരുന്നു. അവൻ അന്ന് ലീവ് എടുത്താന്. അന്ന് അവൻ ഹല്ലേലൂയ ആ വിലാപത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ ചേർന്നാൻ. ആരും അറിയാതെ കിടന്ന, ഒറ്റപ്പെട്ട് കിടന്ന ശീമോനെ പടയാളികൾ നിർബന്ധിക്കുകയാണ്, ക്രൂശ് ചുമക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരും. അവൻ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടാണ് കയറി വരുന്നത്. ആമേൻ. കർത്താവായ യേശുവിനറിയാം ശീമോൻ എങ്ങനെയുള്ളവനാണ്. ആമേൻ. ഹല്ലേലൂയ. ശീമോൻ ഏത് വിധത്തിലുള്ളവനാണെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം. ഇവൻ എൻ്റെ ക്രൂശിൻ്റെ അറ്റമൊന്ന് പിടിക്കുമെന്നും ദൈവത്തിനറിയാം. പിൽക്കാലത്ത് അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെന്നാണ് വചനം പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസിന്റെ പടകിനകത്ത് കയറിയപ്പോഴാണ് ആ പടക് നിറഞ്ഞത്. അതിനുവരി അവൻ മനുഷ്യരെ പിടിക്കുന്നവരായി തീർന്നു. പിൽക്കാലത്ത് പത്രോസിലൂടെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവർത്തികൾ ദൈവം ചെയ്തെടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ, കർത്താവിൻ്റെ ക്രൂശെടുത്ത് ആമേൻ ചുമന്ന് നടക്കുവാൻ നിങ്ങൾക്ക് തയ്യാറാണോ? ഇന്ന് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണും. അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ലേ? നീ ആമേൻ അധ്വാനിച്ചിട്ട് ആമേൻ നിന്റെ സമ്പാദ്യം മുഴുവൻ ചോർന്നു പോകുന്ന അവസ്ഥയാണോ? നിനക്കിതിൽ നിന്നും മോചനം കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുവാൻ തയ്യാറാണ്. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തയ്യാറാണോ? അവൻ്റെ ക്രൂശം എടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അവൻ നിങ്ങളുടെ അത്ഭുതങ്ങളെ കാണും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു ആമേൻ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുമോ? ആമേൻ. കൂട്ടുകാർ സഹായിക്കുന്നതിന് പരിധികളുണ്ട്, നാട്ടുകാർ സഹായിക്കുന്നതിന് പരിധികളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ, ആമേൻ, ഹല്ലേലൂയ, ഇത്രയും വർഷത്തെ അധ്വാനത്തിന് ശേഷം നീക്ക് ഒന്നും ലഭിക്കാതിരിക്കുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കർത്താവേ, ഞാൻ ഇത്രയും നാൾ ഈ ഭൂമിയിലായിരുന്നു, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എൻ്റെ സകല സമ്പാദ്യങ്ങളും ചോർന്നു പോകുക, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ കർത്താവിനോട് പറയുകയാണെങ്കിൽ, കർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ, അതിന് തക്ക മറുപടിയുമായി എൻ്റെ ദൈവം നിങ്ങളുടെ മുന്നിൽ ഇറങ്ങുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നോക്കണം, ആമേൻ, കുറേനക്കാരനെ ശീമോൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ ഇരുന്ന സമയത്ത് അവൻ ആദ്യമായി കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു.